നമസ്കാരം, ഞാൻ മജീദാണ്. അപ്പോൾ എന്തൊക്കെ വർത്താനം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഈ വീടിൻ്റെ പടവാണ്. അപ്പോൾ ഇന്നുകൂടി പടവ് ചെയ്താൽ ഇത് ഡിൻഡൽ മട്ടാവും. അപ്പോൾ ഈ വരൻ്റെ ആൾ കട്ടൻ ചായ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ കട്ടൻ ചായ കുടിക്കുന്ന ടൈമിലാണ് ഞാൻ ഈ വീഡിയോസ് ചെയ്യണത്. പണിയെടുക്കുന്ന ടൈമിൽ ഞാൻ വീഡിയോസ് ഞാൻ ചെയ്യലില്ല. എന്നുവെച്ചാൽ പണി ആയി കഴിഞ്ഞിട്ട് പിന്നെ പണിനെ പറ്റി കണ്ടൊക്കെ ഈ പണിനെ പറ്റി അറിയാത്ത ആൾക്കാരുണ്ടാവുമല്ലോ. എല്ലാവർക്കും അറിയാം, എന്നാലും അറിയാത്ത ആൾക്കാരുണ്ടാവില്ല. അപ്പോൾ കേട്ടോട്ടേ കരുതിയിട്ടാണ് ഈ വീഡിയോസ് ഞാൻ ചെയ്യാൻ കാരണം. ഇപ്പോൾ ഈ പടവ് പറഞ്ഞാൽ ഞങ്ങൾക്ക് കല്ലിനാണ് പൈസ. എന്നുവെച്ചാൽ കല്ലിന് 18 റുപ്യ, അതേമാതിരി ജനൽ കട്ടില ഒരു ജനലിന് 400 റുപ്യ. അപ്പോൾ പണിയിടെങ്കിൽ പറഞ്ഞുകൊണ്ടു. പിന്നെ വെച്ചാൽ പണി പറഞ്ഞാൽ തറ തൊട്ടുങ്ങാണ്ട് താക്കോല് വരെ എടുക്കണ പണി. എന്നുവെച്ചാൽ തറ തൊട്ടുങ്ങാണ്ട് പെയിൻറ്റിങ്, അതിൻ്റെ ഉള്ളത്തെ ടൈൽസ്, തേപ്പ്, അങ്ങനത്തെ ഏത് വർക്ക് ഉണ്ടെങ്കിലും നിങ്ങൾ കോൺട്രാക്ടർക്ക് നിങ്ങൾ കൊടുക്കാൻ കരുതിയിരിക്കണമെങ്കിൽ എൻ്റെ നമ്പർ ഞാനിതിൽ ആഡ് ചെയ്യേണ്ടത്. ഞാൻ നിങ്ങൾക്ക് അടിപൊളിയായി കണ്ട് വെച്ചാൽ പാകത്തെ റേറ്റിന് എടുക്കണ കോൺട്രാക്ടറെ ഞങ്ങൾക്ക് പെടുത്തി തരാം. കാരണം ഞാൻ ഓരോ കോൺട്രാക്ടറെ ചെയ്യുന്ന പടവ്, അതേമാതിരി വീടിൻ്റെ തേപ്പ്, ഇതൊക്കെയാണ് ഞാൻ എടുക്കൽ. ഞാൻ ഈ ഫീൽഡിൽ പറഞ്ഞാൽ 28 കൊല്ലത്തിൻ്റെ പരിചയമുണ്ട്. അപ്പോൾ ഓരോ മേഖലയിൽ എങ്ങനെ ഇത് സ്ട്രോങ് കൂട്ടണം, അതേമാതിരി തേപ്പിന് എങ്ങനെ സ്ട്രോങ് കൂട്ടണം, അതൊക്കെ ആർക്കെങ്കിലുമൊക്കെ അതിനെപ്പറ്റിയൊക്കെ അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലോട്ട് വിളിച്ചാൽ മതി. ഞാൻ പണി ടൈമിലാണെന്ന് വെച്ചാൽ ഞാനപ്പോൾ ഫോൺ എടുക്കില്ല. പണി കയറിയിട്ട് ഞാൻ നിങ്ങൾക്ക് അങ്ങോട്ട് റിട്ടേൺ വിളിച്ചുകൊണ്ട് നിങ്ങൾ അതിനെപ്പറ്റി എന്തെങ്കിലും അറിയണമെങ്കിൽ എനിക്ക് വിളിച്ച് വെച്ചാൽ എൻ്റെ ഫോണിക്ക് വിളിച്ച് ചോദിച്ചാൽ മതി. എന്നുവെച്ചാൽ നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായം അതൊക്കെ എന്നെക്കൂടെ കഴിയാം. അതേമാതിരി സഹായങ്ങൾ ഞാൻ ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ ഈ വീടിൻ്റെ ഞാൻ ഈ പഠിത്ത മൊത്തത്തിൽ ഈ പണി ഞങ്ങൾക്ക് കാണിച്ച് തരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാനൊക്കെ മദ്രസിൽ പഠിച്ചെന്ന് എന്നുവെച്ചാൽ ഞാനാകെ 4 വരെ പോയിട്ടുള്ളൂ. ഈ മദ്രസിൽ 4 ഞാൻ സ്കൂളിൽ എട്ടിലാണ്. അപ്പം എൻ്റെ പഠിപ്പിൻ്റെ ഇത് ക്വാളിറ്റി നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ അന്നൊക്കെ വെച്ചാൽ നബിദിന പരിപാടിക്ക് വെച്ചാൽ എല്ലാ കുട്ടികളും പാട്ട് പാടും. അപ്പോൾ എനിക്കും തന്നെ പാട്ട് പാടാൻ നല്ല പൂതി ഉണ്ടാവും, നല്ല പൂതി ഉണ്ടാവും. പക്ഷേ പാട്ടൊക്കെ ഞാനൊക്കെ ഉസ്താനൊക്കെ മേടിച്ച് കണ്ടൊക്കെ ഞാനൊക്കെ പഠിച്ചു. പക്ഷേ നബിദിന പരിപാടിൻ്റെ തലേ ദിവസം മൂല്യമാർക്ക് നമ്മൾ പാടി കൊടുക്കണം, നാളെ സ്റ്റേജിൽ കയറ്റുക. അങ്ങനെ പാടി വരുമ്പോൾ എൻ്റെ മനസ്സിങ്ങനെ ചാടും, മനസ്സിൻ്റെ ഉള്ളൊരു തീ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. എന്നിട്ട് ചുരുക്കി പറഞ്ഞാൽ ഞാൻ പിന്നെ മൂല്യർക്ക് പാടി കൊടുക്കാൻ പോകില്ല. അന്ന് ഞാൻ 3ാം ക്ലാസ് പഠിച്ചെന്ന് അന്ന് ഞാനും സലാമും ഇവിടെ താണിക്കുത്ത് എന്നുവെച്ചാൽ അന്ന് പാട്ട് ഇതായിരുന്നു. പരിപാടി പലതുണ്ട് പറയാൻ, അതൊന്ന് ശ്രമിച്ചിടുമ്പോൾ അണ്ടി പെറുക്കാൻ പോയാൽ എത്രയാണ് പൈസ കിട്ടുക എന്നാണ് എൻ്റെ ഒപ്പല്ലോൻ്റെ പാട്ട്. അപ്പോൾ ഞാൻ അണ്ടി പെറുക്കാൻ പോകുമ്പോൾ ഇത്ര പൈസ കിട്ടുന്നത് ഞാനത് അങ്ങോട്ട് പാടി കൊടുക്കണം. പക്ഷേ അതാണ് പാടാൻ വരുമ്പോൾ തന്നെ ഇവിടെ ആകെ കാളിച്ചേക്കാരം. അപ്പോൾ അന്ന് അങ്ങനെ ആകുമ്പോൾ പിന്നെ ഞാനന്ന് നബിദിൻ്റെ പരിപാടിക്ക് കൂടും. പിന്നെ പാട്ടിൻ്റെ അന്ന് പാട്ട് തുടങ്ങിയിട്ടുള്ളൂ, രാത്രി പാട്ട് തുടങ്ങിയിട്ടുള്ളൂ. പിന്നെ ഞാൻ പരിപാടിക്ക് ഞാൻ അന്ന് അവിടേക്ക് പോകാം. അപ്പോൾ അന്നത്തൊക്കെ ഒരു സങ്കടം മാറ്റാൻ വേണ്ടിയാണ് എൻ്റെ ഒരു ചെറിയ പാട്ടും കൂടി ഇതിലുണ്ട്. അപ്പോൾ അത് കേൾക്കുന്ന ആൾക്കാർ മാത്രം കേട്ടാൽ മതി. നിങ്ങളെ നെറ്റ് വെറുതെ ഇഷ്ടമില്ലാത്തപോലെ അത് കേൾക്കാൻ നിൽക്കണ്ട, ഇഷ്ടമല്ലോല് ആ പാട്ടുകൂടി കേൾക്കുക. അപ്പോൾ പണി ഉണ്ടെങ്കിൽ ഇപ്പോൾ പറഞ്ഞുകൊണ്ടോ എന്ന് വെച്ചാൽ തറ തൊട്ടുങ്ങാണ്ട് താക്കോല് വരെ എല്ലാം ഇപ്പോൾ പണി എടുക്കണ അടിപൊളി കോൺട്രാക്ടർ, മാന്യമായ റേറ്റിന് അടിപൊളി പണിയെടുക്കുന്ന കോൺട്രാക്ടറുണ്ട്. പിന്നെ അല്ലെങ്കിൽ പടവിന് ഒരു കല്ലിന് 18 റുപ്യ, പിന്നെ ജനൽ കട്ടിലേക്ക് 400 റുപ്യ. അപ്പോൾ അങ്ങനെയൊക്കെ പണ്ട് പറഞ്ഞുകൊണ്ടു. ഓക്കെ, അപ്പോൾ ഇനി പാട്ട് കൂടി കേൾക്കും. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്യാം. സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക ഹംദൽ ഹലീമുൽ ഹകീം. കണ്ണീരിൽ മുങ്ങി ഞാൻ കൈകൾ നീട്ടുന്നു പെരിയോനെ, കരളിന്റെ നോവുകൾ എല്ലാം കാണുന്ന ഫർദാനേ. ദണ്ണങ്ങൾ തീർത്ത് സലാമത്തേക്കണേ ഹന്നാനേ, ദുഃഖത്തിൻ മാറാല നീക്കിടേണേ സുബ്ഹാനേ. കണ്ണീരിൽ മുങ്ങി ഞാൻ കൈകൾ നീട്ടുന്നു പെരിയോനെ, കരളിന്റെ നോവുകൾ എല്ലാം കാണുന്ന ഫർദാനേ. മാനസം തേങ്ങും റുക്കൂഹിലും പിന്നെ സുജൂദിലും മഞ്ഞാനെ കണ്ണീരാ
എണ്ണിയാൽ തീരാത്തെ പാവം പേറി തളർന്നു ഞാൻ എല്ലാം അറിഞ്ഞപ്പോൾ മാപ്പിന്നായിരവോതും ഞാൻ കണ്ണീരിൽ മുങ്ങി ഞാൻ കൈകൾ നീട്ടുന്നു പെരിയോനെ കരളിന്റെ നോവുകൾ എല്ലാം കാണുന്ന ഫർദാനേ ഞാനെന്ന ഭാവത്താൽ കൽവിൽ കേറി ഇബ്ലീസ് ഇന്നമാതില്ലാതെ കാട്ടിപ്പോയി പല താമൂസ് ഓരോരോ കാലടി കബറിലേക്കാണെന്നോർക്കാതെ ഓടിത്തളർന്നു ഞാൻ തെറ്റിൻ പാതയിൽ വല്ലാതെ കണ്ണീരിൽ മുങ്ങി ഞാൻ കൈകൾ നീട്ടുന്നു പെരിയോനെ കരളിന്റെ നോവുകൾ എല്ലാം കാണുന്ന ഫർദാനേ അല്ലാ നീയല്ലാതെ ആരുമില്ലൊരു കാവല് ഇപ്പോൾ പണി ഉണ്ടെങ്കിൽ എൻ്റെ നമ്പർക്ക് വിളിച്ചാൽ മതി. ഓക്കെ.